പിണറായിക്ക് സമൻസ് അയച്ചിട്ടുണ്ടെന്ന് വെബ്സൈറ്റിലുണ്ടല്ലോ, ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഉണ്ടല്ലോ. എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് അവരോട് ചോദിക്ക്. ഇത് വെച്ചിട്ട് അങ്ങ് ചോദിക്ക്. അത് തന്നെയാണ് ചോദ്യം. ഞങ്ങളോടാണോ ചോദിക്കേണ്ടത്? അങ്ങനെയത് നിങ്ങൾ ഒരു കത്ത് എനിക്ക് അയക്കുന്നു, ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്, എന്നിട്ട് എനിക്കെന്താ കിട്ടാത്തത് എന്ന് ഞാൻ ചോദിക്കാനാണോ നിങ്ങളോട്? വെറുതെ വർത്തമാനം പറയും. ഇതിനു മുമ്പ് ഇത് വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തുപ്പണ്ട. കുറെ തുപ്പിയല്ലോ. മലയാള മനോരമക്കൊന്നും ഇതിൽ ഒരു ചെറിയ വിരല് പിണറായിക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല. നിങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കണ്ട. ലൈഫ് എന്ന് പറഞ്ഞു. ലൈഫ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ ലാവ്ലിനല്ലേ? അവരോട് ചോദിക്ക്. ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിജിലൻസ് വകുപ്പ് തള്ളി, CBI കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതിയിൽ കിടക്കുന്നു. 7 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി CBI അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങളയച്ച വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായിപ്പോയി? അവരോട് ചോദിക്കണ്ടത്. നിങ്ങൾ അയച്ചേ അവരോട് ചോദിക്കും കേട്ടോ. ഒരേ സമയം അതെ, അന്തർധാര സ്വർണ്ണ കേസിൻ്റെ അകത്തും ബിരിയാണി ചെമ്പിൻ്റെ അകത്തും അന്തർധാര പറഞ്ഞല്ലോ. കുറെ അന്തർധാര നിങ്ങൾ പറഞ്ഞല്ലോ. ആ അന്തർധാര കേടെ പോയി. ഈ ഒരു ചെറിയ ഒരു അന്തസ്സിൻ്റെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഞാനീ പറഞ്ഞ 10-15 കേസിൽ എവിടെയെങ്കിലും പിണറായിൻ്റെ രോമം തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണമെന്നല്ലേ പറഞ്ഞ് അങ്ങാടി പോയിട്ട് പറയണത്? ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് ബാങ്ക് കിട്ടുമല്ലോന്ന്. അതെ, അപ്പൊ സമൻസ് വന്നു ഇല്ലെന്ന് നിങ്ങൾ സമൻസ് വന്നിട്ടില്ല എന്ന് പിണറായി പറഞ്ഞില്ലേ? അത് അവരോട് ചോദിക്ക്. ഞങ്ങളോടോ പറയേണ്ടത്? പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടുന്നോ കിട്ടിയിട്ടുണ്ടാവും. അതെ. വളരെ എളുപ്പമല്ലേ? പിണറായി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ. പിണറായി എല്ലാം ഇത് കഴിയട്ടെ. വേറെ ആളെ നോക്കാം. സംശയം പിന്നെ ചോദിക്കും. ഇതിനെ മറുപടി പറയുന്നത്. ഇതിന് മറുപടി ഞാൻ പറയട്ടെ. പിണറായി ആണല്ലോ നിങ്ങൾക്ക് സംശയമുള്ളത്. നിങ്ങൾ പറയുന്നതല്ല. ഒരു സമൻസ് വന്നു എന്നുള്ളതാണ് വാർത്ത. സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു, വെബ്സൈറ്റിലുണ്ട് ഇല്ലേ? പിണറായി പറയുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, പിണറായി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല? നിങ്ങളും പിണറായിയും തമ്മിൽ കൊള്ളൂടിയ കേസല്ലേ? നിങ്ങൾ ഈ രാജിവെക്കണം, നിങ്ങൾ ഇതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത്. അല്ലാതെ പിണറായി അല്ല പറയണ്ടത്. പിണറായിക്ക് കിട്ടാത്തൊരു കാര്യത്തിന് പിണറായി ആണോ പറയേണ്ടത്? വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും. എല്ലാം അത് അവരോട് ചോദിക്കൂ. ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി. ഇതിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമാണ്. ഈ എല്ലാ ആൾക്കാർക്കും അറിയാം. സമൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളത് കണ്ടിട്ടില്ല, എൻ്റെ മകനും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ചോദ്യം, സമൻസ് എന്തുകൊണ്ട് സെർവ് ചെയ്തില്ല, കിട്ടിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പം നിങ്ങൾ അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല. നിങ്ങളും പിണറായിയും തമ്മിൽ കൊള്ളൂടിയിരിക്കുന്നു. കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. പിണറായി അല്ല പറയണ്ടത്. പിണറായി പറയണ്ടത്